ഒരു ഉമ്മയും ഒരു മകനും 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും താമസിക്കണ ഒരു വീടാണിത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഇത് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന ചാലാണ്. നല്ല മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം കയറും, ഇങ്ങോട്ടൊക്കെ വരും, ഉള്ളിൽ കൂടെ വരും. തറയൊന്നുമില്ല, വെറുതെ ഷീറ്റും കൊണ്ട് വലിച്ചു കെട്ടി 4 സിമെൻറ്റുകാരില്ലേ ഇതായിട്ടാവുമ്പോൾ ഷീറ്റും വലിച്ചു കെട്ടി ഉണ്ടാക്കിയ വീടാണ്. ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നില്ലേ, ഇതൊരു വീടിൻ്റെ തറക്കല്ലിടാൻ പോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഒരു വീടിൻ്റെ തറയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു പൂർത്തിയായ വീടാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും സാധാരണ വീടുകളല്ല കേട്ടോ. കഥ പറയാം. ഞാനിപ്പോൾ ഉള്ളത് എടത്തനാട്ടുകരയിലാണ്, എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അതായത് എൻ്റെ നാടിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം, ഇവിടുത്തെ ആളുകൾ ഒന്നിച്ച് കൂട്ടായ്മയോടെ ഇവിടെ അസാധ്യമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ ഈ നാടിന്. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഈ നാട്ടിലെ എടത്തനാട്ടുകരയിലെ അന്തി ഉറങ്ങാൻ ഒരു കൂരയില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു വിശേഷം ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ നാട് തന്നെയാണ് കേട്ടോ എൻ്റെ നാടൊക്കെ. ഇത് ആസിഫ്, എൻ്റെ സുഹൃത്താണ്, ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഇവിടെ അമ്പലപ്പാറയിൽ ഈ കണ്ടോ, ഈ ഭാഗത്തൊരു വെള്ളം ഒഴുകുന്നൊരു ചാലുണ്ടായിരുന്നു കേട്ടോ. ചാലുണ്ടായിരുന്നു എന്നല്ല, അവിടെ വെള്ളം ഒഴുകുന്നൊരു ചാലുണ്ട്. ആ വെള്ളം ഒഴുകുന്ന ചാലിന്റെ സൈഡിലായിട്ട് അല്ലേ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചിട്ട് അതിനകത്ത് താമസിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അല്ലേ? എന്ന് ഒരു കൊല്ലം മുമ്പാ? ഇല്ല, ഒരു 8 മാസം മുമ്പ് വരെ. ജസ്റ്റ് ഒരു 8 മാസം മുമ്പ് അങ്ങനെ ഒരു ഷീറ്റ് മറച്ചിട്ട് അതിനകത്ത് താമസിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെള്ളം വരുന്ന സമയത്ത് അവര് അപ്പുറത്തെ വീട്ടിലെ സിറ്റ് ഔട്ടിലൊക്കെയാണ് കയറി കിടന്നുറങ്ങിയിരുന്നത് കേട്ടോ. ഇനി ഇതാ 2 ദിവസം കഴിയുമ്പോൾ അവർ താമസിക്കാൻ പോകുന്നത് ദേ ആ വീട്ടിലാണ്. ആദ്യം നമുക്ക് ഈ പൂർത്തിയായ വീടൊന്ന് കാണാം കേട്ടോ. ഇവിടെ 525 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ അതാ നമ്മളിങ്ങനെ അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു ഹാള് വരും, കണ്ടോ, ഒരു ഹാള്. പിന്നെ അതെ ഇങ്ങനെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. ഒരു ബെഡ്റൂം. പിന്നെ അതാ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്, കണ്ടോ. പിന്നെ ഒരു ടോയ്ലറ്റ്, ഈ ഹാളിൽ നിന്ന് ആക്സസ് ഉള്ള രീതിയിൽ ഒരു ടോയ്ലറ്റ്. അതിനുശേഷം ഇതാ ഈ ഭാഗത്തേക്ക് ഒരു അടുക്കള. ഇങ്ങനെയാണ് കേട്ടോ ഈ വീടുകളുടെ ഒരു സ്ട്രക്ചർ. അതായത് ഞാനിവിടെ വന്നിട്ട് ഈ പൂർത്തിയായ വീട് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 മാസം മുമ്പ് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിനകത്ത് ഈ വെയിലിലും ഈ മഴയിലും കാറ്റിലും ഒക്കെ താമസിക്കുന്ന ഒരു കുടുംബം ഒരു ദിവസം ഈ ഒരു മനോഹരമായ വീട്ടിലേക്ക് മാറുമ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ചെറിയൊരു ഷെഡിൽ കുറേ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഓല മേഞ്ഞ് സൈഡിൽ മരമൊക്കെ അടിച്ചിട്ടുള്ള ഷെഡിൽ. അതിന് മാറിയിട്ട് ആദ്യമായിട്ട് ഓട് കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയ ഒരു വീട്ടിലേക്ക് മാറിയ ആദ്യത്തെ ദിവസം കട്ടിലിട്ടിട്ട് ഇങ്ങനെ കടന്നിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ ഓട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഫീല് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അത് പറയുമ്പോൾ എപ്പോഴും ശരിക്കും ഞാൻ സെന്റിമെന്റലായി പോയിട്ടോ. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ വീട്ടിലേക്ക് അവർ വരുന്ന അവരുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവും. എന്തായാലും ഇങ്ങനെയുള്ള 5 വീടുകൾ ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. ഇതുണ്ടാക്കുന്ന ആ കൂട്ടായ്മയെ നമുക്കൊന്ന് പരിചയപ്പെടണം. അവരെങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തതെന്നും നമുക്ക് അവരോട് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ചാരിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ച ഈ ഒരു അവസ്ഥയിൽ ചാരിറ്റി എന്ന വാക്കിനെ അതിന്റെ ഏറ്റവും മഹത്തായ ആ ഒരു പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗവൽക്കരിച്ചിട്ട് ഒരു നാടിന്റെ മൊത്തം മോശം അവസ്ഥയെ മാറ്റിയിട്ട് പുരോഗതിയിലേക്ക് നയിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ഭാരവാഹികളാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. അതായത് എന്റെ നാട്ടുകാരുടെയാണ് എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ എന്നാണ് ഈ ഒരു കൂട്ടായ്മയുടെ പേര്. അപ്പൊ ആദ്യം എന്താണ് ഈ എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ എന്നുള്ളത് അതിന്റെ പ്രസിഡന്റ് ഷമീം കെ തന്നെ പറയും. എടത്തനാട്ടുകര എന്ന് പറഞ്ഞ ഒരു മലയോര ഗ്രാമമാണ്. അന്നന്ന് ഉപജീവനം മാർഗം കഴിച്ചു പോകുന്ന ഒരുപാട് ആളുകളിലെ ഒരു പ്രദേശം. ചാരിറ്റി കൂട്ടായ്മയുടെ മുഖമുദ്ര തന്നെ മരുന്നിനും ഭക്ഷണത്തിനും ഒരാൾ ബുദ്ധിമുട്ടരുത്. അവർക്ക് ഭക്ഷണം വേണം, ഏറ്റവും അടിസ്ഥാന സംവിധാനം. ഭക്ഷണം കുറെയൊക്കെ ഈ കാലഘട്ടത്തിൽ കുറെ മാർഗങ്ങളുണ്ട്. പക്ഷെ മരുന്ന് എന്ന സാധനം ഒരു രോഗി ഒരു വീട്ടിലൊരു രോഗി വന്നാൽ ആകെ ആ കുടുംബത്തിന്റെ അവസ്ഥ തകർന്നു പോകും. പക്ഷെ ആ സമയത്താണ് ഈ പ്രദേശം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ ആളുകളെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഫണ്ടിങ് നടത്താനും കഴിയുന്നുണ്ട്. എന്നാണ് ശരിക്കും നമ്മുടെ ഈ കൂട്ടായ്മ ആരംഭിക്കുന്നത്? ശരിക്കും 2017 മുതലാണ് ഈ കൂട്ടായ്മ ആരംഭിക്കുന്നത്. ഈ പ്രദേശത്ത്
5ഓളം രോഗികൾക്ക് കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അതുപോലെ തന്നെ പ്രതിമാസം ഒരു മാസത്തിൽ 2 ലക്ഷം രൂപയുടെ മുകളിൽ മരുന്നും അടിസ്ഥാന സംവിധാനം ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പല രൂപത്തില് നല്ല സുമനസ്സുകളുടെ സഹായമുണ്ട്, സന്നദ്ധ സംഘടനകളുടെ സഹായമുണ്ട്, ക്ലബ്ബുകളുടെ സഹായമുണ്ട്. അതുമാതിരി തന്നെ സ്ക്രാപ്പ് ചലഞ്ച്. ഈ 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിൽ വ്യത്യസ്ത ആളുകളാണെങ്കിലും അവിടുന്നൊക്കെ സാമ്പത്തിക സമാഹരണത്തിന് അവർ ഒറ്റക്കെട്ടായിട്ട് നിലവിലിപ്പോ ഒരു കിഡ്നി പേഷ്യന്റിന്റെ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ പുറത്ത് ഈ പ്രദേശത്ത്, കാരണം മലയോര പ്രദേശമാണ്, വലിയൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ 24 കിലോമീറ്റർ 25 കിലോമീറ്റർ യാത്ര ചെയ്യാനാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തിന് 2 ആംബുലൻസ് സർവീസ് കൃത്യതയോടെ നടത്തിക്കൊണ്ട് കൂട്ടായ്മയുടെ കഴിയുന്നുണ്ട്. 2 ആംബുലൻസ് സ്വന്തമായിട്ടുണ്ട്. അതിനൊക്കെ ഫണ്ട് എങ്ങനെയാണ്? അതും ഇതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഗൾഫിലുള്ള പ്രവാസി സംഘടനകളുടെ വലിയ അകമഴിഞ്ഞൊരു സഹായം, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ വ്യാപാരി വ്യവസായികൾ, അതുപോലെ സന്നദ്ധ പ്രവർത്തകർ, മതസംഘടനകൾ, ക്ലബ്ബുകൾ എടുത്തു പറയാൻ മാത്രമല്ല, അവരൊക്കെ അതാത് പ്രദേശത്ത് നിന്നും നല്ല കൂടിയിരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീ ആളുകൾ, സ്കൂളുകൾ, ചെറിയ കുട്ടികൾ, അങ്ങനെ എല്ലാവരും, ഓട്ടോ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അങ്ങനെ ഈ നാട്ടിലത്തെ ഏതൊക്കെ മേഖലയിൽ ഉള്ള ആളുകൾ അവരൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് 5 വർഷത്തോളമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇത് പറയാനല്ല നിങ്ങളുടെ അടുത്ത് വന്നത്. ഇവര് ഈ ചാരിറ്റി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം, മരുന്ന് ഇല്ലാത്തവർക്ക് അത്, ചികിത്സക്ക് സഹായം വേണ്ടവർക്ക് അതൊക്കെ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വീടില്ലാത്തവരുണ്ട്. ഒരു കുടുംബത്തിലെ 4-5 പേരുള്ളവർ മുഴുവൻ പേരും രോഗികളും, അവർക്ക് ഒരു ജോലിക്ക് പോയിട്ടൊരു വീട് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ. അവിടെയാണ് ഈ ചാരിറ്റി കൂട്ടായ്മയുടെ പുതിയൊരു പദ്ധതിയുടെ പ്രസക്തി കേട്ടോ. അതാണ് സ്വപ്ന ഭവന പദ്ധതി. എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയുടെ ഒരു പ്രൈം പ്രോജക്റ്റ് ആയിട്ടുള്ള സ്വപ്ന ഭവന പദ്ധതിയുടെ കൺവീനർ CP മജീദ് അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നത്? ഞങ്ങൾ ചാരിറ്റിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ മരുന്നും അടിസ്ഥാന സൗകര്യം നാട്ടിലുടനീളം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വീട്ടിൽ 5 സഹോദരിമാരും 2 മക്കളും അവരുടെ 2 വയസ്സായ രക്ഷിതാക്കളും, ഈ രക്ഷിതാക്കളുടെ വാപ്പയും ഉമ്മയും നടക്കുന്ന ഒരു വീട്, ആ വീട് അവരുടെ നേരെ പൊളിഞ്ഞു നടാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ അവിടെ അയൽവാക്കത്ത് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. ഇതിൽ ചാരിറ്റി നിർബന്ധമായും ഇടപെടണം. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ മരുന്നിൽ നിന്നും അതുപോലെ മറ്റു അടിസ്ഥാന സൗകര്യം ഒരു വീട്ടിലേക്ക് ജോലിയിലേക്ക് ചെല്ലുക എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രയാസപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിലും ഒരു മാനുഷിക പരിഗണന ഞങ്ങൾ പെട്ടെന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ പ്രാദേശിക മീറ്റിംഗ് വിളിക്കുകയും ആ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതുവരെ ഒരു വീട് നിർമ്മാണം എന്നുള്ള അജണ്ട നമുക്കില്ല, ഞങ്ങളെ മനസ്സിൽ കയറിയില്ല, കാരണം അതിന് സാധിക്കൂല. ആ വീടിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോ വീട്ടിൽ നിന്നും 10, 50, 60 കൊല്ലം കൂലിപ്പണിയെടുത്ത് സ്വന്തം മക്കളെ കൊണ്ട് മഴ പെയ്യും വെയിലും തട്ടാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രയാസത്തോടുകൂടി ജനങ്ങളുടെ കത്തുകൾ ഞങ്ങൾക്ക് നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ആലോചിച്ചു എങ്ങനെ ജനങ്ങൾക്ക് ഈ വീട് നിർമ്മിച്ചു കൊടുക്കും. ആ ഒരു വീട് തന്നെ ഞങ്ങൾക്ക് 8 മാസത്തോളമായി പണി ചെയ്യാൻ. അങ്ങനെ തുടർന്ന് വീട് കൊടുത്താലും 1 വർഷത്തിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതിൽ നിന്ന് ഞങ്ങളുടെ ഈ കമ്മിറ്റിയിലെ ആളുകൾ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആശയമാണ്. കാരണം ഏകദേശം 10-20,000-ഓളം ആളുകൾ താമസിക്കുന്ന ഈ മലയോര പ്രദേശത്ത് നിന്ന് 1,000 ആളുകളെ മാസം 1,000 രൂപ തരുന്ന 1000 ആളുകളെ 1 വർഷം കൊണ്ട് 12,000 രൂപ ഇതിലേക്ക് തരാൻ പറ്റിയ 1000 രൂപ ആളുകളെ തെരഞ്ഞെടുത്ത് അവരിൽ നിന്നും ഈ ഷെയർ റോഡ് വാങ്ങി മാസത്തിൽ 1 വീട് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ 2 വീട്, 1 വർഷം കൊണ്ട് 25 വീട് ഇങ്ങനത്തെ ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു പദ്ധതി ഞങ്ങൾ മുന്നിൽ കൊടുത്തു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇന്ന് ഏകദേശം 900 ചില്ലാനം, ഇടത്തനാട്ടിൽ എല്ലാവരും പുറത്തുനിന്നുമായിട്ട് 900 ചില്ലാനം ആളുകൾ ഇതിൽ മെമ്പർമാരായി കൃത്യമായിട്ട് ഇതിലേക്ക് കാശ് തന്നുകൊണ്ടിരിക്കുക. അതിന്റെ 1ാമത്തെ വീടാണ് ഈ നടക്കുന്നത്. 11ഓളം വീടുകൾ ഇപ്പോൾ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി മാസം ഓരോ വീടിന്റെ വർക്കുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഒരു വീട് പണി തുടങ്ങും. അതാണ് ആ സിസ്റ്റത്തിൽ അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ള ഇതിൽ കൂടിയ ഷെയർ ഹോൾഡർമാരാണ്. കാരണം ഇത് ഈ നാട്ടിലെ പ്രശ്നത്തിന് വേണ്ടി അന്യനാട്ടിലെ ആളുകളും ഈ നാട്ടിലെ ആളുകളും ഇങ്ങനെ കൈകോർത്ത് ഒരുമിച്ച് ഈ കാശ് തരുന്ന സംവിധാനം നിലനിന്നുകൊണ്ട് ഇത് വരും കാലങ്ങളിൽ ഇനിയും തുടർന്ന് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് 6.5 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഒരു വീടിന്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇതൊരു അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഓരോ പ്രദേശത്തും പ്രാദേശിക സംഘടനകൾ അവരെന്നെ അവിടുന്ന് മാക്സിമം പിരിച്ചു തരുന്നുണ്ട്. 1ാമത്തെ 2ാമത്തെ വീടിന്റെ വർക്കില് ഇവിടുത്തെ കുട്ടികളടക്കം
ഇതിന്റെ പണിയിൽ കൂടിയിട്ടുണ്ട്, വർക്കിന് കൂടിയിട്ടുണ്ട്. അപ്പൊ അവരെങ്ങനെ കൂടിയെന്ന് വെച്ചാൽ ഇതിന് മണല് ഏറ്റുക, അതുപോലെ അവരെ കൊണ്ട് കഴിയുന്ന ജോലികൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു മാതൃക ഉത്സവമായിട്ടാണ്. അത്രയും ലേബർ ചാർജ് നമുക്ക് ഈ കുറഞ്ഞു കിട്ടും, ബഡ്ജറ്റിൽ നിന്ന് കുറഞ്ഞു കിട്ടും. എങ്ങനെയാണ് ഇതിന് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. മൊത്തം അപേക്ഷ സ്വീകരിക്കും, എല്ലാവരേക്കും അപേക്ഷ വാങ്ങും, അർഹതപ്പെട്ട ആളുകളേക്കൊന്നൊക്കെ അപേക്ഷ വാങ്ങി അത് ചാരിറ്റി കൂട്ടായ്മയുടെ എല്ലാ ഭാരവാഹികളും ആ വീടുകൾ സന്ദർശിച്ച് അതിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ തന്നെയാണ് 1ാം നമ്പറായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതിന് വിധവകള് അതുപോലുള്ള മാനദണ്ഡങ്ങൾ എല്ലാതും വെച്ച് ഗവൺമെന്റ് സംവിധാനത്തു നിന്നോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ അവർക്കോ അവരുടെ ഫാമിലിന്നോ അല്ലെങ്കിൽ അവർക്ക് കുടുംബസ്വത്തോ അങ്ങനെയൊന്നും കിട്ടാത്ത രൂപത്തിൽ 100% സാധ്യതയില്ലാത്ത ലഭിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളിലും ഏറ്റവും അർഹതപ്പെട്ട അപേക്ഷ തന്നെയായിരിക്കും ഒന്നാമതായി കണ്ടെത്തുന്നത്. വ്യക്തികൾ നമുക്ക് ഓരോ വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതായത് 3 പേര് നമുക്ക് സ്പോൺസർ തന്നിട്ടുണ്ട്. ഫുൾ ചെലവ് അവര് വായിച്ചിട്ട് വ്യക്തിപരമായിട്ട് ഇടത്തനാട്ടുകാര് 2 പേരുള്ളൂ. പിന്നെ പുറത്തുള്ള ആളുകൾ. അത് ശരി. പുറത്തുനിന്നുള്ള ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. പുറത്തുനിന്ന് ആളുകൾ ആണല്ലേ? ഒരു 10, 300, 400 പേര് പുറത്തുനിന്ന് ഷെയർ ഇടത്തനാട്ടിന് പുറത്താണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, എറണാകുളം, തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂര്. അപ്പോ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്ന 1000 പൂർത്തിയായിട്ടില്ല. വേണമെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാല്ലേ? ഈ ചാരിറ്റി കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ ഇത് കണ്ടിട്ട് പ്രചോദനം വന്നിട്ട് നമ്മളെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ചെറക്കൽപ്പടി ഒരു മീറ്റിംഗ് ഇന്നലെ കൂടിയിരുന്നവര് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അത് ശരി. അവർ ഓൾറെഡി 1000 മെമ്പർമാർ ചേർത്തു എന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പോ ആളുകൾ മാതൃകയാക്കുന്നുണ്ട്. തന്നെ നിലമ്പൂരിൽ നമ്മൾ വിളിച്ചതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു പ്രദേശത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ മരുന്നിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അതുപോലെ കയറി കിടക്കാൻ വീടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പ്രദേശത്തെ ആൾക്കാരുടെ കുറവുകൾ തന്നെയാണ് കേട്ടോ. കാരണം വ്യക്തമായൊരു വീക്ഷണത്തോടെ കുറച്ചുപേര് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായൊരു മാതൃകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്ന എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ കേട്ടോ. ഇപ്പോ ഇവിടെ പറഞ്ഞില്ലേ 1000 പേര് 1000 രൂപ വീതം മാസം എടുക്കുന്ന ഒരു സിസ്റ്റം. അവിടെ ഓരോരുത്തരും 1000 രൂപ അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് 10 ഷെയർ ഒക്കെ എടുക്കുന്നുണ്ട്. അതായത് മാസം 10000 രൂപ വരെ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. 5000 രൂപ മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 1, 2 വീടൊക്കെ ഒരുമിച്ച് സ്പോൺസർ ചെയ്യുന്ന സംഘടനകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോ വിദേശത്തുള്ള കുറച്ച് വനിതകളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഫീ സബീലില്ല ഒരു വീട് അവർ പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്തു. ഇപ്പൊ 2ാമത്തെ വീട് അവർ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ തുവ്വൂരുള്ള ഇവിടെ അടുത്ത പ്രദേശമായിട്ടുള്ള തുവ്വൂരുള്ള പറവട്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റ് ഒരു വീട് പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സിസ്റ്റമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കേട്ടോ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ വ്യക്തമായ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. ഇവര് ഇങ്ങനെ 1000 പേരേക്കുന്ന് 1000 രൂപ വീതം കളക്ട് ചെയ്തിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഈ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോടെ അതൊക്കെ പാലിച്ചിട്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ട് ഒരു പ്രദേശത്ത് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഒരു പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കും. അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു പ്രാദേശിക കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് ഞാനും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ കണ്ട ഒരു കൗതുകകരമായ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഒരാള് അങ്ങോട്ട് എണീറ്റെന്ന് പറയാണ്, ഞാൻ ഈ വീടിന് വേണ്ടിയിട്ട് ഒരു 10 ചാക്ക് സിമെന്റ് സ്പോൺസർ ചെയ്യുന്നു എന്ന്. ഒരാൾ ആദ്യം എണീറ്റ് അങ്ങനെ പറയുമ്പോൾ പിന്നെ ആ സദസ്സിൽ നിന്ന് ഒരുപാട് പേര് എണീറ്റ് വരികയാണ്. ഞാൻ ഇത്ര ചാക്ക് സിമെന്റ് സ്പോൺസർ ചെയ്യുന്നു, ഞാൻ മണൽ സ്പോൺസർ ചെയ്യുന്നു, ഞാൻ ഈ ചെങ്കല്ല് സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു മൊമെന്റിൽ തന്നെ ആ വീടിന് വേണ്ട അത്യാവശ്യം മെറ്റീരിയൽസും ഫണ്ടും ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ സ്പോൺസർ ചെയ്യും. പിന്നെ ആ പ്രദേശത്തുള്ള കുറെ പേര് സ്വയം സന്നദ്ധമായിട്ട് ഇറങ്ങിയിട്ട് ആ വീടിന്റെ പണി വർക്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഈ കിട്ടുന്ന മെറ്റീരിയൽസും ഈ പണിയൊക്കെ ആകുമ്പോൾ അത്രയും ഫണ്ട് ഈ ചാരിറ്റി കൂട്ടായ്മക്ക് ആ വീടിന്റെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് കുറഞ്ഞു കിട്ടും. അത് അടുത്ത വീടിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരിപ്പോ 25 വീട് ഇനീഷ്യലി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയ ഈ ഒരു കൂട്ടായ്മ അത് അതിന്റെയൊക്കെ മുകളിലേക്ക് പോകും എന്നുള്ളതാണ് അവരുടെ ശുഭപ്രതീക്ഷ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴ്ത്തു വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഈ എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയുടെ സ്വപ്ന ഭവന പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ 5 വീടുകൾ അതിന്റെ ഗുണഭോക്താക്കൾക്ക് സമർപ്പിക്കുന്ന ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.